ശ്രീ ബിജു കക്കയം, ഇനിയുള്ള പ്രതീക്ഷ എന്താണ്? എന്തായാലും കരയിലില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായ സ്ഥിതിക്ക് ഇനി നദി കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ അന്വേഷണം. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും നമുക്ക് ഇനി റോഡിൻ്റെ വലതുഭാഗത്ത് എന്ന് വെച്ചാൽ ഇടതുഭാഗത്താണ് നമുക്കിപ്പം ഇത് ഉണ്ടായിട്ടുള്ളത്, ഇടിച്ചിലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ വലതുഭാഗത്ത് തന്നെ വലിയൊരു കട്ടിംഗ് ആണ്. ഈ റോഡ് അവിടെ കെട്ടിയതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കട്ടിംഗ് ആണ്. അതും പുഴയുമായിട്ടുള്ള സ്ഥലത്താണ്. ഈ ഒരു പക്ഷേ ലോറിയോ അല്ലെങ്കിൽ അവിടെ കടകളെല്ലാം ഉണ്ടായിരുന്നു. അതിലുള്ള ആളുകളുടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇത് താഴെ ആയിരിക്കണം എന്നാണ് നമ്മളുടെ നിഗമനം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് സെർച്ചെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്നൊന്നും സിഗ്നൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെയും അത് തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഇന്ന് കലക്ടർ ആയിട്ടുള്ളൊരു ചർച്ച ഇപ്പം അവിടെ നടക്കുന്നുണ്ട്. അപ്പം നാളെ രാവിലെ തന്നെ അവിടെയുള്ള മണ്ണുകൾ, അവിടെ നിന്ന് കുറേ മണ്ണുണ്ടായിരുന്നു, കുറേ മണ്ണ് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ണ് കൂടി അവിടെയുള്ള മണ്ണ് മാറ്റിയാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ഈ ലോറിയും മറ്റ് കാണാതായ ആളുകളും ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് പുഴയിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.